പറഞ്ഞോ. ഇടയ്ക്കൂടുള്ളൊരു ഡീല് എന്തോ ആ പറഞ്ഞോ. ഞാന് അണ്ണന്റെ വലിയ ഫാന്. ഞാൻ ലൈവ് വാച്ചർ അണ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ സ്പോർട്സ് മീറ്റ് വന്നില്ലേ കഴിഞ്ഞ വർഷം, പബ്ജി മീറ്റ്. അവിടെ വന്ന് വലിയ ഫാൻ. ഞാൻ കൊറേ നാട്ടിൽ കാണുന്ന വിചാരിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടെയൊക്കെ വെച്ച് കാണാം. ഇതിനകത്ത് ഹോസ്റ്റി പറഞ്ഞ കൊണ്ടുപോയേ. കാണാം കാണാടാ കാണാം. എടാ മാമ എല്ലാരും ഇവിടെ വെച്ചാൽ നടത്തിയ പോരെ. എത്തണ്ടല്ലോ അപ്പൊ വാ. അവിടെ ആരുടെ എഫ് കേക്കണേ? PL22. നോക്കിട്ട് കാര്യമില്ല കേൾക്കാതെ നോക്കിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് ഡിലേ ഉണ്ട് വാസ്മനെ. 10 സെക്കൻഡ് ഡിലേ ഉണ്ടായിരുന്നല്ലേ? കണ്ണാപ്പി ഇപ്പുറത്തെ ഒന്ന് ഇവിടെ തറയിൽ ഇരുന്നോളാൻ പറ. ഇപ്പുറത്ത് നിർത്ത എന്താടാ പോയപ്പുറത്ത് പോയിരുന്നില്ലേ? ഗാർഡിയനും വാൻഡലും ഒക്കെ അങ്ങ് വാലോറന്റിൽ വന്ന് നിക്കണം. എടാ റേഡിയോയിൽ എന്റെ ഇത് ക്ലിയർ ആണോ? എടാ നമ്മുടെ ആരും ഡൗണേ കിടക്കുവാണോ? We are welcoming Skydance to TV എന്ന്. ഗ്യാങ് അടച്ച് പൂട്ടി പോണതല്ലേ അതിനും നല്ലത്. Skydance to TV. അപ്പോ ഇന്നലത്തെ എന്റെ ലൈവ് കണ്ടവർക്ക് കുറച്ചു പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്നലെ ലൈവിൽ പറഞ്ഞായിരുന്നു ഞാനൊരു കള്ളനാ, ഇടയ്ക്ക് കള്ളത്തിലൊക്കെ പറയും, ഞാൻ ഇടയ്ക്ക് ലൈവൊക്കെ വരുത്തില്ല, ഒരു ഫുൾ ലൈവ് ഇടാന്ന് പറഞ്ഞാൽ ലൈവ് ഇടത്തില്ല, അങ്ങനെ ഇത് ഇന്നലെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് 2 റിക്രൂട്ട്മെന്റോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ കൈ തട്ടി 2 വന്നതാണ്. ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളത്, നമുക്ക് ഒരു സ്ലോട്ടേ ഉള്ളൂ. ഇന്ന് ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ, ഒരാളെ വരുന്നുള്ളൂ, 2 പേരില്ല. ആ ഇമോജി 2 വന്നതാണ്, മനസ്സിലായോ? അത് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ട് ഇട്ടാ നോക്കിയവരോട്, ഞാൻ അറിയാതെ ഇട്ട് പോയതാ. ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കിനും അത് 2 റിക്രൂട്ട്മെന്റ് പോലെയായി. ഞങ്ങൾ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യാൻ പോയതാണ്, എന്റെ കൈ തട്ടി വീണതാ കൈ, സത്യമായിട്ടും. ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പലർക്കും സാറ്റലൈറ്റ് വഴി ഇൻഫർമേഷൻ കിട്ടിയത് നമ്മൾ ഇന്ന്. എടാ അവിടെ പാട്ട് കണ്ടിട്ടിരിക്കുവാണോ? അപ്പോൾ എൻ്റെ കൈ തട്ടി ആണ് ശരിക്കും പറഞ്ഞാൽ പുറം ലോകത്തെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. നമുക്കിന്ന് 2 പേര് നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്നുണ്ടെന്ന്. ഇതാരാ വണ്ടിയിലൊക്കെ ഒന്ന് ഇറങ്ങണേ? നിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ മുച്ചിരി. അപ്പൊ വെളിയിലത്തെ ഒരു സാറ്റലൈറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് എല്ലാരും 2 പേര് വരുന്നുണ്ടെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ 2 പേരില്ല, ഒരാളാണ് വരുന്നത്, ഒരാളെ വരുന്നുള്ളൂ. അപ്പൊ കറന്റ് നമുക്ക് 35 സ്ലോട്ട് ഫില്ലാണെങ്കിൽ പോലും സിറ്റിയിലെ സിറ്റുവേഷൻസിന് ഒരു ഇനിഷ്യൽ സിറ്റുവേഷൻ ഇതുവരെ 30-35 പേരെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ലോട്ട് നിങ്ങൾക്ക് ഇനി തൊട്ട് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങളുടെ സാധനങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ഇനി തൊട്ട് നിങ്ങൾ മെയിൻ സ്ലോട്ടിൽ വീക്ക്ലി ഉണ്ടാവുമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഇനി തൊട്ട് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ PvP സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൂടി ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരുവാണ്. ആൻഡ്
ഒരുപാട് നാളായിട്ട് നമ്മുടെ ഗ്യാങ്ങിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. വി ആർ വെൽക്കമിങ് T47 Neil to TVA as TVA Neil. Welcome to TVA. നീലേ പോലെ വാ കേറി വാ. ഹലോ നീലേ കേക്കാവോ? കേക്കാം. അയ്യോ ഇവിടെ ചടങ്ങുണ്ട് വന്നിറങ്ങിയ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ആദ്യമേ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണം. ചുമ്മാ അങ്ങനൊന്നുമില്ല നീലയടാ. ഇല്ല അങ്ങനെ പോ. അപ്പൊ നീലയടാ വെൽക്കം ടു TVA. താങ്ക് യു. നിനക്ക് എന്തെങ്കിലും പറയണ്ടേ പറയാം. അങ്ങനൊന്നുമില്ല. എന്നാലും വേണം വന്നല്ലേ നീ എന്തേലും ഒന്ന് പറ. ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ പറയുന്നത് സംസാരം പിന്നെ ചെയ്തോണ്ടിരിക്കുന്നത് അവൻ അടി മാത്രമേ ഉള്ളൂ. അല്ല എന്താ പറയണമെന്ന് ശരിയാവുന്നേ. നീ വാറിലൊന്നും അങ്ങനെ കുണയ്ക്കാറൊന്നുമില്ല. നമ്മള് T47 സിറ്റുവേഷൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അല്ല ഇങ്ങോട്ട് ഉണച്ചാലും ഉണക്കും. അമ്മ കേട്ടാ കേട്ടെ ഈ ശബ്ദം എവിടെയോ ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല. എന്നാലും ഇല്ലേ വാസവന്റെ അടുക്ക വന്നിട്ട് എന്തോന്ന് പറഞ്ഞിട്ടോ തോന്നല്ലേ ഇല്ലേ എന്തോന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയില്ലല്ലേ? നിന്റെ മുഖം ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ. ഇത് പുതിയ മുഖമാണ്. അല്ല ഓ അപ്പൊ നീ മുഖം വരെ മാറ്റിട്ടാ വന്നേക്കുന്നല്ലേ? വാസവനെ കേറുന്നതിന് പിന്നെ കള്ളം. അതെ സത്യം. ഇനി തൊട്ട് ഇതിന്റെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സ് ഇവരൊക്കെ ആയിരിക്കും. സോ ഞാൻ നിന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക് ഒരു ബ്രദർഹുഡ് ഇവരായിട്ടൊക്കെ ബിൽഡ് ചെയ്യണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊക്കെ മുന്നിലുണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണേലും ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് പറയാം. സോ വെൽക്കം ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് ടു TV എടാ. വാ. താങ്ക് യു. വെൽക്കം. താങ്ക് യു. അങ്ങനെ നേരെ ക്രോസ് ചെയ്ത് നേരെ വാസവനാണ്. നീ ക്രോസ് നീല നെക്സ്റ്റ് നീൽ വാട്സ്ആപ്പ് ഇട്ടില്ലല്ലേ? വെൽക്കം ടു TVA. പറടാ മോനെ ഈ വേദന എടുക്കണം, അടിച്ചിരിക്കണം. ഇതാരെങ്കിലും ഷെയ്ക്കിനോ കഴിച്ചു കൊടുക്ക. എന്താ ഉണ്ടോ ഇവിടെ? ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീൽ എന്ന് പറയണത് ഞങ്ങളുടെ ക്ലാനിലുണ്ടായിരുന്ന ഒരു മെമ്പറാണ്. PUBG മൊബൈൽ തൊട്ടെ മാഴ്സിലുണ്ടായിരുന്ന മെമ്പറാണ്. രഞ്ജു ചേട്ടന്റെ ക്ലാനിൽ. രഞ്ജു ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രഞ്ജു ചേട്ടന്റെ ക്ലാനിലുണ്ടായിരുന്ന മെമ്പറാണ് നീല്. സോ അവന് കുറെ നാളായിട്ട് TV കയറണം. അതായത് ഒരുപാട് നാൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ വെച്ചിരുന്ന ഒരു പ്ലെയറോടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളടുത്തൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഓഫ്ലൈനിൽ MRCക്ക് ഒരു വെൽവിഷറും ഒരു സപ്പോർട്ടും ആയിട്ട് നിന്ന സമയത്ത് ഞാൻ MRCക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത പ്ലെയർ ആയിരുന്നു നീല്. ഷെയ്ക്കിനോടും മാക്കിനോടും ഞാൻ റെക്കമെൻഡ് ചെയ്ത് വെച്ചിരുന്ന പ്ലെയർ ആണ് നീല്. നിങ്ങളെടുത്തോ, നല്ല പ്ലെയർ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. നിങ്ങൾക്ക് നീലിനോട് സംസാരിച്ചിട്ട് നിനക്ക് അവന് താല്പര്യം ഉണ്ട് ഇതാക്കാന്ന്. അപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് MRCയിലോട്ട് റെക്കമെൻഡ് ചെയ്തതിന് അവൻ എൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞായിരുന്നു. അവർ കോൺടാക്ട് ചെയ്തായിരുന്നു അവനെ എടുക്കാൻ. പക്ഷെ അവനോട് കയറാനുള്ള താല്പര്യം ഉണ്ടായില്ല പല കാരണങ്ങൾ കൊണ്ട്. കാരണം അവിടുന്ന് വന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിനക്ക് എന്തുകൊണ്ടും TV-യിൽ കയറുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ബെനിഫിറ്റ്സും ഇതെല്ലാം ഇവിടെ കയറുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വട്ടം ഇമ്പ്രസ് ചെയ്യാൻ നോക്കി പയ്യന്. ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഈഗോയോ
അങ്ങനെ ഒരു വേറൊരു ടീം വളരുന്നതിന് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലെയറിനെ ഞാൻ വേറൊരു ഗ്യാങ്ങിനും വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഓഫ്ലൈനിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് പലവട്ടം നിങ്ങളോട് പറയുമ്പോഴും എന്നെ കളിയാക്കിയും ചിരിച്ചും അബ്യൂസ് ചെയ്തും പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ആൾക്കാർ ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇവനെ ഞാനാണ് അവിടോട്ട് റെക്കമെൻഡ് ചെയ്ത് ഇതാക്കിയത്. അപ്പോൾ അവിടെ അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവനവിടെ കയറിയില്ല. അവന് ഇവിടെ തന്നെ കളിക്കണം, ഇവിടെ കളിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളൊരു കാര്യം അവൻ പറഞ്ഞായിരുന്നു. സോ അതുകൊണ്ട് അവന് അവിടെ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കറണ്ട്ലി ചെയ്യുന്നത്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് നാൾക്ക് മുമ്പേ കൺസിഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു റൈറ്റ് ടൈം വന്നത് ഇപ്പോഴാണ്. സോ അപ്പോൾ പബ്ജിയിലെ നിയമം നീലോപ്പിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അവൻ്റെ മാർച്ച് കളിച്ചോണ്ടിരുന്നത് രഞ്ജു ചേട്ടൻ്റെ ക്ലാനിൽ പർച്ചേസ് ചെയ്തത്. പിന്നല്ലേ അവനെ പർച്ചേസ് ചെയ്താവുന്നില്ലേ അവര് നാളെ. എല്ലാവരും കത്തിപ്പോയി. ഏതോ ഇങ്ങോട്ടിട്ട് മൊത്തം കത്തിപ്പോയി കേട്ടാ. അൺഎക്സ്പെക്ടഡ് ബട്ട് PvP. നീല് ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ അവൻ്റെ ചാനലെടുത്ത് അവൻ്റെ മോണ്ടേജസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നല്ല പ്ലെയറാണ്, നല്ല സെൻസിബിൾ ആയിട്ടും ഇതായിട്ടൊക്കെ കളിക്കുന്ന നല്ല പ്ലെയറാണ്. പറടാ. കത്തിപ്പോയല്ലേ? വെരി ഗുഡ്. ഞാനൊക്കെ ഒരു പിന്നെ അമ്പത്തൂരിന് വെൽക്കം പോലും പറഞ്ഞില്ല കേട്ടോ. സ്ലോട്ട് പോയത് അടിച്ച് അമ്പത്തൂര് ഒരു വെൽക്കം പോലും പറഞ്ഞില്ല. സ്ലോട്ട് പോയത് അടിച്ച് എന്താടാ വിടാതിരിക്കുന്നുട്ടോ. അവൻ കയറുമ്പോഴൊന്നും മിണ്ടുന്നില്ല. ഇല്ല ഞാൻ ഈ വീക്ക് നീലിനെ സ്ലോട്ടിൽ ഇടുന്നത് ഞാൻ നിന്നെ മാറ്റിയിട്ടാണ്. അത് അമ്പത്തൂരിന്റെ അടുത്ത് പറച്ചില്ലായിട്ടിരിക്കാൻ പറ. അവന്റെ വാടത് തമാശല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. അതെ, എന്നെ മാറ്റില്ലേടാ അണ്ണൻ. എന്നെ എങ്ങനെയാ മാറ്റാൻ തോന്നുന്നത്? ഇന്ന് എന്ത് ആഴ്ചയായിരുന്നു കണ്ട ഞാനത് സിറ്റിസ്രാമ കാത്തിരിക്കുന്ന പലരും ഉണ്ട്. കേട്ടില്ല. ഞാൻ സിറ്റിസണാവാൻ കാത്തിരിക്കുന്ന പലരും ഉണ്ട്. എന്നെ കൊണ്ടുപോകണ്ട. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു സിറ്റിസൺ ആയാലും നിന്നെ സിറ്റിസൺ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാങ് സസ്പെൻഷൻ അങ്ങ് മേടിക്കും. എന്നിട്ട് ഈ സിറ്റിസൺ ആയിട്ട് കൊണ്ടുപോയില്ലേ അവന്മാരെ നമ്മളത് പൊസക്കും എടുത്തിട്ട്, മനസ്സിലായ? എന്നൊക്കെ നീ വിചാരിക്കും. പക്ഷെ നിന്നെ പോലെ ഒരു മൊണ്ണയ്ക്ക് വേണ്ടി എന്റെ ഗ്യാങ്സിലോട്ട് നശിപ്പിക്കണോ? അമ്പത്തൂരല്ല, നിന്റെയാണ് ഞാൻ മാറ്റണേ. ജനത ഫുള്ളി. എടാ ഒരു ഇതാരാടാ ഇങ്ങോട്ട് ഇട്ടത്? എക്സ്പ്ലനേഷൻ വീഡിയോ വരുമ്പോ ഒന്ന് പറയണേ, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. കാരണം ഇത് ഞങ്ങൾക്ക് ഇതിന്റെ കാര്യം ഒന്ന് അറിയണം. ഈ വെളിയിലത്തെ അബ്യൂസ് ചെയ്തവനെ ഇത് MRP പുറത്താക്കി കഴിഞ്ഞതിനുള്ള ശേഷം കാര്യം പറയുവാണേ. ഈ പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം ഈ POVയില് പുറത്ത് കാണിക്കാത്ത വേറൊരു ക്ലിപ്പ് ഉണ്ട്. ഞാനത് പുറത്ത് കാണിച്ചിട്ട് ഞാൻ അലീനെ കൊണ്ട് റിയൽ ലൈഫിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്യിപ്പിക്കും. അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് അറിയണം. എനിക്ക് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. നമ്മളിത് കുറച്ച് നാൾക്ക് മുമ്പ് തൊട്ടേ നമ്മളിത് മിണ്ടാതിരുന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ലൈവ് എന്താണെന്ന് അറിയണം. ഇത് സർക്കാസമാണോ ഇതാണോ? എക്സ്പ്ലനേഷൻ ലൈവ് വരുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് ഒന്ന് പറയണം. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണണം. കുറെ നാളായി ഒന്നും ചെയ്യാത്ത പാവ അലീനെ പിടിച്ച് നമ്മുടെ ഈ സിറ്റുവേഷനിൽ റാങ്ക് ചെയ്ത് ഇതാക്കണം. കുറച്ച് ദിവസങ്ങൾ எனக்கு நீ மலையாளத்திலே സംസാരിക്കാം. அதுதான் எனக்கு வேணும். എടാ അവനെന്തി അവനെ കൊണ്ടുവന്നോ? ഓ ഇതാണല്ലേ അവൻ. വെൽക്കം. എടാ നിനക്ക് തമിഴ് അറിയാവോ? മനസ്സിലാവും. സംസാരിക്കുമ്പോ കുറച്ച് പാടാണ്. ഓസിയിൽ നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ, ഒന്നും കേക്കുന്നില്ല. ഓസിയിൽ നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ, കേക്കാവോ? എടാ അത് ഇങ്ങോട്ട് വാ. കൊളീഷൻ ഉണ്ട് അവിടെ കൊളീഷൻ ഉണ്ട്. വാ. എടാ ഓസിയിൽ നിന്റെ സ്ഥലം എവിടെ ശരിക്കും? എന്റെ വർക്കലാണ്. നീ തുടക്കം വന്നപ്പോ നിന്റെ സ്ലാങ്ങില് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളുടെയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ വന്നു കേട്ടാ. അത് എന്താ പേരിടല്ലോ? ഹൗസ് ഹോം വെയർ ഹൗസ് ട്രിവാൻഡ്രം. സേവേജിന്റെ അപ്പി ടീമാ. അത് അങ്ങ വേറെ സൈഡാണ്. ഓക്കെ.
അണ്ണ ഇവനെന്താ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് അത് ലേറ്റ് ഞാൻ ഇപ്പൊ മാറ്റിട്ട് വരുന്നേ. ആരും മിസ്റ്റർ ഗോറ്റെന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നേ ഒരു പേടിയുണ്ടല്ലോ വാ 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 എനിക്ക് വർക്കല എവിടാ വർക്കല അവരെ പോയി തല്ലാനാ നീ ടി വി നീ എംബാസി കയറാ ടി വി കയറാ പറഞ്ഞ അവരെ പോയി തല്ലാനാ വർക്കല എവിടെ ഉള്ളതാ നീ എന്തിനൊക്കെ മിണ്ടടാ രണ്ട് വാക്കൊക്കെ സംസാരിച്ചേ. ആ എടാ അപ്പൊ പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. നീലിനാണ് പേര്. എല്ലാരും പരിചയപ്പെടുക, സമയം കിട്ടുമ്പോ പരിചയപ്പെടുക, ഇതാക്കുക. നീല വന്ന് ഇങ്ങോട്ട് വന്നേ. നീ ഇരിക്കണ്ട, ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നോ. ഹലോ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. അപ്പൊ ഇവിടെയുള്ള എല്ലാരും അത്യാവശ്യം ആൾക്കാരെയൊക്കെ നിനക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെടുക, ഇന്ററാക്ട് ചെയ്യുക. നമ്മുടെ ഒരു കോ ലീഡറിന് വന്നിട്ടില്ല, പുള്ളിയുടെ സുന്നത്താണ്. രണ്ടാമത്തെ കോ ലീഡർ ഇവിടെ നിൽപ്പുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു വേറൊരു കോ ലീഡർ ഉണ്ട്, ബാബു നമ്പൂതിരി. പുള്ളി വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ട്, ജോക്കി എന്നാണ് പേര്. ജോക്കി എന്ന് എത്തിയിട്ടില്ല. സാധാരണ എല്ലാ ദിവസവും വരുന്നതാണ്, ഇന്ന് പുള്ളി വന്നില്ല. അപ്പൊ പുള്ളി വരുമ്പോ പുള്ളിയെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടണം. പിന്നെ ഇവിടെ സ്ട്രിക്റ്റ് റൂൾ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരാൾക്ക് പോലും റിലേഷൻഷിപ്പ് ഇല്ല ഈ കൂട്ടത്തില്. ഇവരെ ആരെയും ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ വിടത്തില്ല. പെണ്ണുങ്ങളെ കൊണ്ട് ഈ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണുങ്ങളെ കയറ്റാൻ പാടില്ല. ഈ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണിനെ കൊണ്ടുവരാൻ പാടില്ല, കാക്കല്ല. പിന്നെ ഇവരെല്ലാം സിംഗിൾസ് ആണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ PVPയുടെ വിങ് സ്ട്രോങ് ആക്കുക. നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് പെണ്ണുങ്ങളുടെ കൂടെ ഇടപഴകാനും ഇതാക്കാനും പോകരുത്. സിഗ്മ അതെ, അതാണ് നമ്മുടെ ടാർഗറ്റ് തന്നെ അതാണ്. അപ്പൊ നിനക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ നീലിനെ ക്ഷണിച്ചു കൊള്ളുന്നു. രണ്ടു വാക്ക് എല്ലായിടത്തും സംസാരിക്കേണ്ടതാണ്. ഹലോ നെക്സ്റ്റ് താങ്ക് യു സോ മച്ച്. അതെങ്ങനെ മന്ദാരായിട്ട് തള്ളക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ? ആണല്ലേ? നൈസ് 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 നൈസ്. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. അല്ല, നിന്നെ വിളിക്കാത്ത ആരെങ്കിലും കമ്പ്യൂട്ടറിലുണ്ടോ? അയ്യോ സത്യം എന്ന് പറഞ്ഞാ എടാ കണ്ണാപ്പി, എടാ നമ്മള് ഇതുവരെ അടിച്ചിട്ടില്ലാത്ത, അതായത് നമ്മൾ ഒരു വാർ പോലും ആവാത്ത ഗ്യാങ്ങിലെ ഒരു മെമ്പറിനോട് പോയി നിന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവൻ തൂറി എറിഞ്ഞ് മുഖത്തൊട്ടിക്കും. അവർക്ക് പോലും നിന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. നീ ഇവിടെ ഇരുന്ന് വർത്താനം പറയരുത്. അപ്പൊ പറഞ്ഞോ സംസാരിക്കേ. എന്നാലും ഒരു നിന്റെ ഒരു ജേണിയെ പറ്റിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിനക്ക്. സിറ്റി വരുന്നതും കേറുന്ന T47 വേറെ ആണ്. വേറെ എവിടെയും കളിച്ചിട്ടില്ല. അപ്പൊ ഇവിടം വരെ എത്തിയത് അവര് കാരണമാണ്. പിന്നെ അതാണ് ജേണി. അവിടെ നിന്ന് തുടങ്ങിയെന്ന് ഇപ്പൊ ഇവിടെ എത്തി. വേറെ എവിടെ എങ്ങനെ കളിച്ചിട്ടില്ല. വേറെ കളിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ എത്ര നാളായിട്ട് T47 ഉണ്ട്? ഇപ്പൊ 1.5 വർഷമായി. 1.5 വർഷമായുള്ളൂ. അപ്പൊ നീ ഇതിനകത്ത് വന്നിട്ട്? 1.5 വർഷമായുള്ളൂ. T47 മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. നല്ല ഹാപ്പി ആയിട്ടാണ് പറഞ്ഞിട്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പാപ്പൻ IQ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും അപ്പാപ്പനാണ് നമ്മുടെ റിക്രൂട്ട്മെന്റിൽ ചെയ്യണം. അപ്പാപ്പ പ്ലീസ്. ഫിസിക്കലായിട്ടൊന്ന് ഞാൻ ഗൈഡ് ചെയ്തിട്ടുള്ളൂ. നീ എണീറ്റ് വാ, ഇങ്ങി വാ, പന്തരം വാ. നീ അല്ലേ ഫിസിക്കൽ ടെസ്റ്റ് അല്ല ഇവന്റെ സ്ലാങ് കേട്ടിട്ട് എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ് ആയിട്ട് തോന്നുന്നില്ല. കോച്ച് എന്തുവാ കോച്ച് അറിയില്ലേ? ഹലോ കേക്കാവോ? ആയിട്ടിരിക്കുന്നു. എല്ലാരും ഇവിടെ ഇരിക്കുന്ന എല്ലാരും അറിയാവോ? പേരറിയാം.
പീനല്ല അവന്റെ ഫോൺ അടിച്ചു പോയി ചാർജായോ സീരിയസ് ക്വസ്റ്റ്യൻ ആണോ പിടിച്ചെത്തലേ കയറുള്ളൂ. മനസ്സിലായി. മനസ്സിലായി. ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ തെറി വിളിച്ചിട്ടുള്ളത്? അത് മന്ദാരം. ഏത് ഗ്യാങ്ങിലുള്ളവരോട് ചോദിച്ചാലും മന്ദാരം. ഡെസ്ട്രോനെയോ? അതവര് ഒരുമിച്ച് കളിച്ചപ്പോ വിളിച്ചത് അറിയാണോ അപ്പാ? അത് തന്നെ ആയിരിക്കും, ആയിരിക്കും. ഓക്കെ, ഓക്കെ. അത് മറ്റേ ചോദ്യം ആരെയാണ് ഇഷ്ടം ആരെയാണ്? മോനെ നീലെ ഗ്യാങ് കയറുന്നതിന് മുന്നേ ഈ ഗ്യാങ്ങിന്റെ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിനക്ക് ഈ ഗ്യാങ്ങില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? എല്ലാരും അത് ഒരാളെ ചൂസ് ചെയ്യണം. അതെ, ഒരു വ്യക്തിയുടെ പേര് കറക്റ്റ് ആയിട്ട് specify ചെയ്യണം. ഒരാൾക്ക് പറഞ്ഞാ ബാക്കി എല്ലാവർക്കും അല്ല അങ്ങനെ ഈഗോ കോംപ്ലക്സ് ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ഈഗോ കോംപ്ലക്സ് ഇതിലും വാസവൻ ഈ റിക്രൂട്ടിലും വാസവന്റെ പേര് അവര് പറഞ്ഞില്ലേ? അത് നല്ല അവരൊരുമിച്ച് കളിച്ചു വന്നാറല്ലേ അവര് അങ്ങനെ കൊണ്ട് അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അതെ, അതെ, അതെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. നിനക്ക് ഇവിടെ ഇഷ്ടമല്ലാത്ത വ്യക്തി ആരാ? അല്ലല്ല അത് ഓടച്ച അത് വെളിയിൽ നിന്ന് നോക്കുമ്പോ അതെ, ഇതിനകത്ത് അവരൊരു മലരനാ തോന്നിട്ടുണ്ടാവില്ല ഈ കൂട്ടത്തിൽ. മറ്റു പേര് പറയാൻ ശ്രമം. അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല കണ്ണാപ്പി. അതിലൊരു തെറ്റ് പറയാൻ പറ്റുന്നില്ല. വെളിയിൽ നോക്കുമ്പോഴേ എടാ ഞാൻ പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് ആ കണ്ണാപ്പി. വെളിയിൽ നോക്കുമ്പോ നീ ഒരു മൈനാണെങ്കിലും നിന്നെ റിയൽ ലൈഫിൽ അറിയാവുന്നവർക്ക് അറിയാം നീ ഒരു കുണ്ണയാണത്. അതെ, അടുത്ത ചോദ്യം ചോദിക്കാൻ പറഞ്ഞ ഇനി വേണോ ചോദ്യം? പിന്നെ ശരി, നീല് ശരി, ഇപ്പൊ നീ ടി വി കേറിയില്ലേ? അപ്പൊ നിനക്ക് ഇപ്പൊ ഒരു വാറ് വരികയാണെന്ന് കരുതിക്കോ. അപ്പൊ നിനക്ക് അടുത്ത ഏത് ഗ്യാങ്ങിനെ അടിക്കണമെന്നായിരിക്കും ഇപ്പൊ ടി വി കയറിയതിനു ശേഷം നിനക്ക് ഉണ്ടാവുക മനസ്സിൽ ആദ്യമേ? ഇങ്ങോട്ട് വരാനാണോ അടിക്കുക? അങ്ങനല്ല, നിനക്ക് അടിക്കണം എന്ന് തോന്നുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഇന്ന ഗ്യാങ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന ഗ്യാങ് ഏതാ? അങ്ങനെ പേര് പറഞ്ഞ കാലിയാ അടിക്കുമ്പോ ഇങ്ങനെ ഒപ്പോണൻസ് ആയിട്ട് ഇപ്പൊ ആരുമില്ലല്ലേ. ഓ, അത് ശരിയാ, ശരിയാണ്, അത് പറഞ്ഞ കാര്യം ശരിയാ. നമ്മള് പറഞ്ഞല്ലേ നമ്മള് ഇങ്ങോട്ട് അടി വരുന്നിടത്തോളം കാലം ഇനി നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരിക്കും. അല്ലാതെ വേറെ എന്താ വേറെ സ്നേഹത്തിന് ചോദിക്കണ്ടോ നിനക്ക്? നിനക്ക് ഇവരോടത്തല്ലേ ചോദിക്കണ്ട? ആരോട്? നീലോടാ? ആ ഒരു ചോദ്യം ചോദിച്ചേ. നീ കൊണ്ടതാണോ ചോദിക്കുക? അടിക്കണമെന്നില്ല ആരുമില്ല. നിന്നെ വെറുപ്പിച്ച ഗ്യാങ് ഒന്നുമില്ല. അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല, എല്ലാരും അടിച്ചിട്ടുണ്ട്. വെറുപ്പിച്ച് എല്ലാരും അടിച്ചിരുന്നോ എന്നെ ഓൾറെഡി? ഓ ശരിയല്ലേ, ഇന്നെ അടിക്കണം എന്നൊന്നുമില്ല. ഇനി വെറുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കാം. എടാ മുച്ചിരി എണ്ണീറ്റേടാ. മലയാളം പറയൂല മുച്ചിരി എണ്ണീറ്റ്. അല്ല അത് മലയാളം പറയത്തില്ല, അത് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ഐക്യു ടെസ്റ്റും ഇതെല്ലാം കഴിഞ്ഞു. ഇനി നീ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തവന്റെ. ഹായ് ബ്രോ. ഹലോ എന്താടാ ഞാനെന്തും ഉണ്ടാനി? എന്തിനു കേട്ടില്ല? ഹലോ ഞാനെന്തും ഉണ്ടണ്ടേ? വാട്ട് ഐ സ്പീക്ക്. എടാ അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ നിന്നെ നമ്മൾ ഇവിടെ എടുത്തത് എന്തുകൊണ്ടാ? നിന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കണ്ടിട്ടല്ലേ മുച്ചിരി? അല്ലാതെ നിനക്ക് വെടിവെക്ക് അറിഞ്ഞിട്ടാണോ നിന്നെ ഇവിടെ എടുത്തേ? ആ അപ്പൊ നിന്റെ നീ ഒരു കമ്മ്യൂണിക്കേഷൻ, നിന്റെ ഐക്യു, നിന്റെ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടല്ലേ നമ്മൾ എടുത്തത്? നമുക്ക് ഐക്യില്ല, അതാ പൊട്ടനാണ്ട് കിട്ടി തന്നു. അങ്ങനല്ലടാ, നിനക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടടാ നിനക്ക്. അവന് ഉദ്ദേശിച്ചത് അവന് ഐക്യൂ ഇല്ലെങ്കിൽ അപ്പൊ എങ്ങനെ അവന് കിട്ടി?
അതാ ഞാൻ ചോദിച്ചത്. നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിനക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ നിന്റെ കമ്മ്യൂണിക്കേഷൻ, നീ അവനോട് അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കേ? വീടേ അത് നേരത്തെ പറഞ്ഞേ തിരുവനന്തപുരം. എടാ നീ കേരളത്തിലല്ലടാ മുച്ചിരി. അടുത്ത ചോദ്യം. അടുത്തതാണെങ്കിൽ നിനക്ക് പരിവെക്ക അറിയോ? ഇല്ല. നമുക്ക് അങ്ങനെ മുണ്ടാൻ പറഞ്ഞ മുണ്ടാ അറിയില്ല എന്നാ, അതാ പ്രശ്നം. നിനക്ക് അല്ലാത്തപ്പോ 100 നാവാണല്ലോടാ നിനക്ക്. അവന്നെ ഏത് തന്നെ 100 നാവ്. നീ എവിടെ പോയിരുന്നു? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വെൽക്കം എടാ, ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് ടു TV. അപ്പൊ സിറ്റുവേഷൻസിലൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിവിടെ ഇവന്മാരെല്ലാം ഉണ്ടാവും. പകലും രാത്രിയിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പൊ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ ഒരു ഫാമിലി പോലെ നമുക്ക് മുന്നോട്ട് പോവാം. വലിയൊരു ചോദ്യം മിസ്സായി പോയി. എന്താണ്? ഒരു നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, വൈ TV? നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ? ഹോണസ്റ്റ് ആയിട്ട് പറയണം. അത് നിനക്ക് ഇനി ഓസി ആയിട്ട് എന്തുമായിട്ട് വേണമെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് പറയണം. എന്തുകൊണ്ട് TV യൂസ് ചെയ്തു എന്നുള്ള ഇത് പറയണം. എല്ലാരും കേറുന്നതൊക്കെ കയറിയത് അങ്ങനെ എല്ലാരും കേറുന്ന ആൾക്കാരല്ലോ. അങ്ങനെയല്ലോ. അല്ല അങ്ങനല്ല, നിനക്ക് കാരണം വേറെ കാര്യം കയറിയാൽ മതിയല്ലോ. എന്തുകൊണ്ട് കയറണമെന്ന് തോന്നി? അതാണ് ചോദ്യം. അത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ കേറി ടെസ്റ്റ് സ്ട്രോക്ക് ഉണ്ട്. പിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു കേറാൻ. അങ്ങനെ ഞാൻ കൂടുതൽ ചോദിച്ചു കുഴപ്പിക്കുന്നില്ല. അല്ലല്ല അപ്പൊ ഈ സെനാറിയല്ല, ഈ സെനാറിയല്ല. അത് പറഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളാണ്. അത് വേണ്ട. കണ്ണാപ്പി നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവനോട്? ചോദിക്കാനാ പുതിയൊരു മെമ്പറിനോട് നിനക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഉപദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് അങ്ങനൊന്നും ഇല്ല. നമുക്ക് ഉപദേശമൊന്നും ഇല്ല. ഇനി നമ്മള് ഡീസന്റ് ആയിട്ടുള്ള വള്ളികളൊക്കെ എടുക്കുക. അനാവശ്യമായിട്ട് വണ്ടി തട്ടി പിന്നെ അവൻ നോക്കി തിരിച്ച് വണ്ടിക്കകത്തിരുന്ന് വള്ളി ഡീസന്റ് ആയിട്ട് വള്ളി എടുക്കുക. ഇതിനു മുമ്പ് എങ്ങനെയാണ് സിറ്റുവേഷൻ പിടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പേ ഇല്ലില്ല, ഞാൻ വള്ളി എടുക്കാറില്ല. വള്ളി എടുക്കാറില്ല? ഇല്ല. അപ്പൊ ബാക്കിയുള്ളവരാ ഗ്യാങ്ങിലുള്ളവരാണോ വള്ളി എടുത്തോണ്ടിരുന്നത്? അതെ. അപ്പം അടി മാത്രമേ ഉള്ളൂ? അടിച്ചു കഴിഞ്ഞ് ഒന്നും കുണക്കത്തൊന്നുമില്ല, മിണ്ടത്തൊന്നുമില്ല? സംസാരിക്കുന്ന ആരാന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? കുണക്കും, ഇങ്ങോട്ട് കുണച്ചിട്ടുള്ള അടുത്ത്. അല്ലാത്തവരടുത്ത് കുണക്കൂല? ഇല്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരുത്ത കുണച്ചു കഴിഞ്ഞാൽ നീ കുണക്കത്തില്ല? കൂടെ ഉള്ളടത്ത് കുണച്ചാ കുണക്കും. പിന്നെ ഇതില്ലേ ഞാൻ ചോദിച്ചത് കുണക്കൂല്ലേ? ഇങ്ങോട്ട് കുണക്കുകയാണെങ്കിൽ കുണക്കും, അല്ലാണ്ട് അങ്ങോട്ട് കയറി കുണക്കില്ല. എടാ ഞാൻ ചോദിച്ചേ, ഇങ്ങോട്ട് കുണക്കുമ്പോ അല്ലേ നമ്മൾ അങ്ങോട്ട് കുണച്ചേ മാറാവുന്നത്? എടാ ഇവനെ ഇപ്പോഴും ഗ്യാങ് ലിസ്റ്റ് ചെയ്ത് മാറ്റില്ല. ഇവൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി ഡ്രസ്സും മാറി വാറായിട്ട് വരും. ഒരു സംശയമില്ല. ഇനി ഈ കോണ്ടോസ് കണ്ടിന്യൂ ചെയ്യാം. സംസാരി. പിന്നെ സുഖമൊക്കെയാണോ? സുഖം. പിന്നെ ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വള്ളിയൊക്കെ നമ്മൾ പിടിച്ചു അടിച്ചാ അവന് ഇനിച്ചില് മാത്രമേ ഉള്ളൂ. പ്രീവാറിന് പറഞ്ഞവരില്ല. ഇവര് ഇനിച്ചില് കേറാറില്ല. ഞാൻ ഇടാറില്ല. ലൈനപ്പിലൊക്കെ ഇടാറില്ല അവനെ. ആദ്യത്തെ ഓരോ ഇനിച്ചില് വള്ളി പിടിച്ചു തരും. അപ്പൊ ഇനിഷ്യലി നിങ്ങളൊക്കെ പിടിച്ച് കയറിക്കോണം. പിന്നെ നീല ഒരു ഇതുണ്ട്. അതായത് ഇനിഷ്യലിൽ ഇവനെ അടിച്ചിട്ടിട്ട് നമ്മള് പറഞ്ഞു വിടും. അപ്പൊ പ്രീവാർ ജയിക്കുവാണെങ്കിൽ അവനെ വിളിക്കണം. കാരണം അവന് ഡയലോഗ് അടിക്കണം. അപ്പൊ പ്രീവാർ അങ്ങനെ ഒരു റൂള് നമ്മുടെ ഇവിടെ റിട്ടേണായിട്ടുണ്ട്. കണ്ണാപ്പി അങ്ങനെ വിളിക്കണം. വിളിച്ചാൽ മാത്രമേ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ പ്ലേയേഴ്സിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഡെസ്ട്രോയ്ക്ക് ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഡെസ്ട്രോ പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ്ഡ് ആയി ഡെസ്ട്രോ. അപ്പൊ ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവണം.
നിന്നെ യൂസ് ചെയ്യും അല്ലെ യൂസ് യൂസ് പറഞ്ഞ നമ്മള് നമ്മുടെ ഇനി ഒരു IGL ഉണ്ട്. IGL ഒന്ന് പറഞ്ഞേ ബ്ലാസ്റ്റ് പ്ലീസ്. ഇതിപ്പോ പേര് നിക്നെയിം വല്ലതും ഉണ്ടോ? നിക്നെയിം വല്ലതും ഉണ്ടോ? ഇല്ല. ഇതിപ്പോ നീല് നമ്മളിപ്പോ എടാ ഇപ്പൊ കൺഫ്യൂഷൻ ആവലോടാ. ഇപ്പൊ വാറില്ലേ നമ്മള് നീലേ എന്ന് വിളിച്ചാ നീലൻ വിളിയേക്കൂലേ ഇപ്പൊ? നമുക്ക് നീലനെ നീലേട്ടാന്ന് വിളിക്കേണ്ടി വരും. നീൽ മീറ്റ് മിസ്റ്റർ നീലൻ. ഇതാണ് നമ്മുടെ IGL. കറന്റ്ലി നമ്മുടെ IGL ആയിട്ട് നിൽക്കുന്നത് നീലനാണ്. പക്ഷെ നിനക്ക് വേറെ എന്ത്, നിനക്ക് നീലിന്റെ കൂടെ എന്തെങ്കിലും ഒരു പേരിടണമല്ലോ. ബ്ലൂ നീൽ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് റേഡിയോ വാറിലോ അല്ല അങ്ങനെ വല്ല വിളിച്ചാൽ മതി കേട്ടാ. അത് കൺഫ്യൂഷൻ ആവണ പേര്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പേരൊക്കെ ഇടാം. ഉണ്ണിക്കുട്ടൻ നീ ആ ചെറുക്കന്റെ പേരൂടെ കളയാനാ. അവന് ഈ സിറ്റിയിൽ ഒരു നല്ല പേരുണ്ട് മനസ്സിലായ, അവന്റെ ഉണ്ണിക്കുട്ടൻ. കൊച്ചു പയ്യനാണ്. നമ്മളൊക്കെ അണ്ണാന്ന് വിളിക്കേണ്ടില്ല. ഇവിടെ അങ്ങനെ ഇല്ലടാ. ഇവിടെ അങ്ങനെ പ്രായം നോക്കിട്ടല്ലേടാ ഇവിടെ അത് വിളിക്കുന്നത്. ഇവിടെ ഹൈറാർക്കി ഉണ്ട്. നീ അണ്ണാന്നൊന്നും വിളിക്കണമെന്നൊന്നും അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. അത് ഈ പറയണത് പോലെ ഇവിടെ നിനക്ക് കുറച്ച് ദിവസം കളിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഹൈറാർക്കി ഇവിടെ ലീഡർ, കോ ലീഡർ അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാരും മെമ്പേഴ്സ് അവിടെ. അപ്പൊ അവരെ ഞാൻ കിളവാതെ വിളിപ്പിക്കണ ഉപ്പാതെ വിളിപ്പിക്കട്ടെ. അവിടെ ആളെ തമ്മിൽ ഓക്കെ. അപ്പൊ കേസ് അപ്പൊ അത്രേ ഉള്ളൂ. അവനെ നിങ്ങള് പരിചയപ്പെട്ട് ഇതായിട്ട് കൊണ്ടു നടക്കുക. സെറ്റായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഒരാഴ്ച കഴിയുമ്പോ നീ വാ തുറക്കും. നിനക്ക് സംസാരമൊക്കെ ഇതിൽ കൂടുതൽ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പോട്ടെ. വിഷിംഗ് യു എ വണ്ടർഫുൾ ജേർണി വിത്ത് TVA. അമ്പത്തൂരിന് 2 വാക്ക്. ഒന്ന് മാറി കണ്ണാപ്പി ഒന്ന്. വെൽക്കം വെൽക്കം. താങ്ക് യു. അമ്പത്തൂര് 2 വാക്ക് സംസാരിക്കാം. അമ്പത്തൂരോട് വിളിക്കാം. ഒരു വെൽക്കം പോലും പറയണം. ബാക്കി എല്ലാവരും വെൽക്കം പറയുമ്പോ അവര് വെൽക്കം പോലും പറഞ്ഞില്ല. എന്തോ ഒരു പേടിയുണ്ട് അവന്റെ ഉള്ളിൽ. അവന്റെ സംസാരത്തിന് പേടിയുണ്ട്. എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് ഇവര് RP മെറ്റീരിയൽ ആവുക. ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഫ്ലെക്സ് ഒക്കെ അപ്പാപ്പന്റെ ബർത്ത്ഡേ ഫ്ലെക്സ് ഒക്കെ കീറേണ്ടി. നമ്മള് നെഞ്ചത്ത് വാസണ്ണ നെഞ്ച് തുറന്നു അപ്പാപ്പന്റെ ഫോട്ടോ ഒക്കെ വെച്ച് എല്ലാം കീറി കളഞ്ഞ് വണ്ടി CC-ലായെടുത്ത് അണ്ണന്റെ പേര്. അത് CC-കാര് കൊണ്ടുപോയി. ഫ്ലെക്സ് ഒക്കെ കീറിയോ? പട്ടിക വെച്ച് വേറെ ഫ്ലെക്സ് അടിച്ചു. പിന്നെ ആ സ്ഥലം വേറൊരാൾക്ക് ഞാൻ മറച്ചു വെച്ച്. കാരണം കുറെ നാളായില്ല അവിടെ വേറെ ബർത്ത്ഡേ നടക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ പട്ടി കല്യാണം ബർത്ത്ഡേ എല്ലാം ഇപ്പൊ അവിടെ നടക്കുന്നത്. പിന്നെ വണ്ടി CC പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത്. KVK ഒരു 5 ദിവസം നോക്കിയിരുന്നായിരുന്നു അപ്പാപ്പന്റെ ബർത്ത്ഡേ. പിന്നെ ഒരു മാസം കഴിഞ്ഞ അതിന്റെ ഇടയ്ക്ക് പിന്നെ അതിലൂടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായി. അല്ല സംഭവം ഈ സർപ്രൈസ് ഞാൻ പുള്ളിയുടെ അല്ല കൂട്ടത്തെ കയറ്റി ആടിയെ. പുള്ളി അത് പ്രതീക്ഷിച്ചില്ല. ഒന്നും പറയാനില്ല. ഇതെന്താ അപ്പാപ്പന്റെ ബർത്ത്ഡേയുള്ള ചെലവ് എഴുതാണോ പുള്ളി? ഹേ ഹലോ എന്താണ് എഴുതുന്നത്? എല്ലാവർക്കും എന്താ ഇഷ്ടം ഏത് ഇഷ്ടം. കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ കൊച്ച്? ഇല്ല എന്റെ ഇഷ്ടം ഫുഡ്. അവന്റെ ചാനലിന്റെ നെയിം എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കണം.
എടാ നിന്റെ ചാനലിന്റെ നെയിം എന്താ? അങ്ങനെ ലൈവ് ഒന്നും ഇടാറില്ല. മാർസ് നീ. ചുമ്മാ ഉപയോഗിക്കാറില്ല. മാസല്ല മാർസ്. ചുമ്മാ ഇട്ടേന്ന്. അല്ല നീ വേറെ ഫ്രഷ് ആയിട്ട് ചാനൽ തുടങ്ങുവാണെങ്കിൽ പറഞ്ഞാൽ മതി. അതാണ് ഡെഡായിട്ട് കിടക്കുന്ന ചാനലാണ് ചെയ്യാതെ ആദ്യം തൊട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ ലൈവ് എടാ പറ്റുന്നവരൊക്കെ പുറത്തോട്ട് പോട്ടെ, പുറത്തുണ്ടാവേ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കിലോട്ട് വരാം. നമ്മുടെ ബാക്കിയുള്ളവരൊന്നും